ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഭാഗം. ഇൻ്റലിജൻസ് ഒരു 100% ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് നോക്കി പോവേണ്ടതാണ് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത തിയറികളുണ്ട്. ഇത് നമുക്ക് ഇതിൽ മാത്രമല്ല മറ്റ് MPC 003 ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ മറ്റ് ഏതൊക്കെയോ പേപ്പറുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഇൻ്റലിജൻസ്. എക്സ്പ്ലെയിൻ സ്റ്റേൺബേർഗ്സ് ട്രിയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഇതിൽ ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, വ്യത്യസ്ത തിയറികൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇനി മുതലുള്ള ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇൻ്റലിജൻസ് ടെസ്റ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. എന്താണ് ഇൻ്റലിജൻസ്? ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ഈസ് എ കോംപ്ലെക്സ് കോഗ്നിറ്റീവ് പ്രോസസ് that has defies a single universally accepted definition among psychologists. ഈ ഇൻ്റലിജൻസിന് ഒരുപാട് തിയറികൾ, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഇൻ്റലിജൻസിൻ്റെ ഭാഗം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത ഡെഫിനിഷൻസ് പഠിച്ചിരുന്നു. ഈ ഇൻ്റലിജൻസിന് കുറേ കോമൺ ആയിട്ടുള്ള കുറേ സവിശേഷതകളുണ്ട്, കോമൺ ആയിട്ടുള്ള കുറേ എബിലിറ്റീസ് ഉണ്ട്. ഈ എബിലിറ്റീസ് ഒന്നിച്ചു കൂടിയതാണ് യഥാർത്ഥത്തിൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കോർ എലമെൻറ്റ്സ് ഓഫ് ഇൻ്റലിജൻസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് അക്വിസിഷൻ ആൻഡ് യൂസ് ഓഫ് നോളേജ്. ഒരു ഇൻഫോർമേഷൻ അക്വയർ ചെയ്യാനും റീകാൾ ചെയ്യാനും യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് ഒന്നാമത്തെ സവിശേഷത. ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഈ പ്രധാനപ്പെട്ട സവിശേഷതകൾ അടങ്ങുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടറാണെന്ത് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് അക്വിസിഷൻ ആൻഡ് യൂസ് ഓഫ് നോളജ്. നോളജ് യൂസ് ചെയ്യാനും റീകോൾ ചെയ്യാനും അക്വയർ ചെയ്യാനുള്ള എബിലിറ്റി. രണ്ടാമത് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആൻഡ് റീസണിങ്. നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചും അതിൻ്റെ അബ്സ്ട്രാക്റ്റ് തിങ്കിങ്, മെൻ്റൽ എബിലിറ്റി, നമുക്ക് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കാൻ കഴിയാം. നമുക്ക് കോൺക്രീറ്റ് കൺസെപ്റ്റ്, നമ്മൾ തിയറി പഠിച്ച സമയത്ത് നിങ്ങൾ കൺസെപ്റ്റുകൾ, വേരിയബിൾ, 2 തരത്തിലുള്ള വേരിയബിളുകളും കൺസെപ്റ്റുകളും പഠിച്ചിരുന്നു അല്ലേ? ഒന്നാണ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്, രണ്ടാണ് കോൺക്രീറ്റ്. കൺസെപ്റ്റ് എന്താണെന്ന്, അബ്സ്ട്രാക്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും ഒക്കെ കഴിയുന്ന കൺസെപ്റ്റുകളെയാണ് എന്ത് പറയുക, കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ അനുഭവിച്ചറിയാൻ കഴിയുന്ന, ഫീൽ ചെയ്യാൻ കഴിയുന്ന കൺസെപ്റ്റിനാണ് എന്താ പറയുക, അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. ഇത് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ആവാം. ഇപ്പോൾ ഒരു എഞ്ചിനീയർ, ആ എഞ്ചിനീയറുടെ ഉള്ളിലുള്ള ഒരു വീടിൻ്റെ പ്ലാൻ, ഇതൊരു അബ്സ്ട്രാക്റ്റ് നോളജാണ്. അതിനെ ഒരു പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബിൽഡിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, അത് കോൺക്രീറ്റ് ആയി മാറി, ഒബ്സർവബിൾ ആയി മാറി. അപ്പോൾ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എബിലിറ്റി. മൂന്നാമത്താണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉള്ള ഒരാൾക്ക് ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. അടുത്താണ് അഡാപ്റ്റേഷൻ. എല്ലാ എൻവയോൺമെൻറ്റിലും, എല്ലാ സാഹചര്യത്തിലും അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. എബിലിറ്റി ടു കോപ്പ് വിത്ത് ഡിമാൻഡ്സ് ഓഫ് എൻവയോൺമെൻറ്റ്സ് ആൻഡ് മോഡിഫൈ ഓൺസ് ബിഹേവിയർ ടു മീറ്റ് എൻവയോൺമെൻറ്റൽ ഡിമാൻഡ്സ്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള, ബിഹേവിയറിൽ മാറ്റം വരുത്താനുള്ള കഴിവ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനാണ് എന്താ പറയുക, ഇൻ്റലിജൻസ് എന്ന് പറയാം. ഇൻ്റലിജൻസിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷനിൽ ഒന്നാണെന്ത്, ഈ 4 സവിശേഷതകൾ അടങ്ങുന്ന ഡെഫിനിഷൻ. അപ്പോൾ ഇത് നോക്കി പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറെ കുറേ ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാണ്ട്, ഓരോ ക്വസ്റ്റ്യനിൽ ഓരോ ഡെഫിനിഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. വെസ്ലറിൻ്റെ ഡെഫിനിഷൻ. വെസ്ലർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ, ഇത് ജനറൽ ഡെഫിനിഷൻ ആട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ. വെസ്ലർ ഇൻ്റലിജൻസിനെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. വെസ്ലർ ഇൻ്റലിജൻസ് ഈസ് defined as a aggregate or global capacity of individual to act purposefully, to think rationally and deal effectively with environment. ഇത് തന്നെയാണ്
ഇദ്ദേഹം കുറച്ചും കൂടെ ഈ പോയിന്റ്സ് തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഒരു ഗ്ലോബൽ കപ്പാസിറ്റിയാണ്, എന്താണ് റാഷണലി തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, ഓരോ സാഹചര്യത്തിനനുസരിച്ച് എഫക്റ്റീവ് ഡീൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഇതാണ് ഇൻ്റലിജൻസിൻ്റെ വെസ്ലറിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് സ്റ്റേൺബർഗിൻ്റെ ട്രിയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കാം. റോബർട്ട് ജെ സ്റ്റേൺബർഗ്, ഇദ്ദേഹം 1985 ഡെവലപ്പ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണിത്, ട്രിയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ ഫാക്ടർ ബട്ട് ആസ് എ ഫ്രെയിം വർക്ക് എൻകംപാസിങ് 3 ഇൻ്ററാക്റ്റിംഗ് ഫേസറ്റ് ആൻഡ് സബ് തിയറീസ്. 3 വ്യത്യസ്ത സബ് തിയറികൾ കൂടിയ ഒരു കൺസെപ്റ്റാണ് ഇൻ്റലിജൻസ് എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ വിശദീകരിക്കുന്നത്. അത് 3 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതാണത് കോമ്പണൻ്റൽ ഓർ അനലിറ്റിക്കൽ ഫേസറ്റ്. ഇത് ഇൻറ്റേർണൽ, അതായത് നമ്മളെ ഇൻറ്റേർണൽ വേൾഡുമായി ബന്ധപ്പെട്ട, അതാണ് നമ്മളെ ഉള്ളിലുള്ള ഘടകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസറ്റാണ്. ദിസ് ഡീൽസ് വിത്ത് മെൻ്റൽ മെക്കാനിസംസ് വി യൂസ് ടു പ്ലാൻ, എക്സിക്യൂട്ട് ആൻഡ് അനലൈസ് ടാസ്ക്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക, നമ്മൾ ടാസ്ക് അനലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള നമ്മളെ കൊഗ്നിറ്റീവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് എന്തിൽ വരുന്നത്, ഈ അനലിറ്റിക്കൽ ഫേസറ്റിൽ വരുന്നത്. ഓക്കെ, ഇതിന് പ്രധാനപ്പെട്ട 3 കോമ്പണൻസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്താണ് മെറ്റാ കോമ്പണൻസ്. മെറ്റാ കോമ്പണൻസ് പറയുന്നത് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ചെയ്യുന്ന കോമ്പണൻ്റാണെന്ന് പറയാം, മെറ്റാ കോമ്പണൻ്റ് എന്ന് പറയാം. ഈ തിയറി നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിച്ചതാണ്. ഇതൊരു ചാപ്റ്ററിൽ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു, നമ്മൾ ഷോർട്ടായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇൻ്റലിജൻസിൻ്റെ ബ്ലോക്ക് പഠിച്ച സമയത്ത് അതിലുണ്ടായിരുന്ന 4 യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിശാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നു. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, മെറ്റാ കോമ്പണൻ്റ് കയ്യിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ദീസ് ആർ ഹയർ ഓർഡർ പ്രോസസ് ദാറ്റ് പ്ലാൻ, മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് കോഗ്നേറ്റീവ് പ്രോസസ്സ്. നമ്മൾ കോഗ്നേറ്റീവ് പ്രോസസ്സിനെ പ്ലാൻ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മെറ്റാ കോമ്പണൻ്റ് ചെയ്യുന്നത്. അടുത്താണ് പെർഫോമൻസ് കോമ്പണൻ്റ്. ഈ പെർഫോമൻസ് കോമ്പണൻ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഈ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്ത പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് പെർഫോമൻസ് കോമ്പണൻ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇൻഫോർമേഷൻ, ഇപ്പോൾ നമ്മളിതിൽ പറയുന്നത് വെച്ചാൽ, നേരത്തെ ഫസ്റ്റ് കോമ്പണൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു എസ് എഴുതാൻ പോവാണ്. എസ് എഴുതാൻ പോകുമ്പോൾ മെറ്റാ കോമ്പണൻ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ എക്സാം എഴുതുന്നത് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താണ്. ഇപ്പോൾ 450 വേർഡിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ, ഇൻ്റലിജൻസിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ എഴുതുന്നതിന് മുമ്പ് നമ്മളെ മനസ്സിലുണ്ടായിരിക്കും ഇതിൻ്റെ എന്താണ് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്തായിരിക്കും, ഒരു ബോഡി പാർട്ട് എന്തായിരിക്കും, കൺക്ലൂഷൻ എന്ത് കൊടുക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും. ഇത് മെറ്റാ കോമ്പണൻ്റ് ആണ്, അത് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ അടുത്തത് പെർഫോമൻസ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ റൈറ്റിംഗ് ആണ്. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ ഇൻട്രൊഡക്ഷനും കണ്ടൻറ്റും കൺക്ലൂഷനും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അത് നമ്മൾ പേപ്പറിലേക്ക് എഴുതുന്നതിനെയാണ് എന്ത് പറയാം, പെർഫോമൻസ് കോമ്പണൻ്റ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ അടുത്താണ് നോളജ് അക്വസിഷൻ കോമ്പണൻ്റ്. ദീസ് ആർ പ്രോസസ് യൂസ്ഡ് ഫോർ ഗെയിനിങ് ആൻഡ് സ്റ്റോറിങ് ന്യൂ നോളജ്. നമ്മൾ നിലവിലുള്ള നമ്മളെ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ അറിവുകൾ, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മറ്റൊക്കെ പുതിയ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുകയും ഗെയിൻ ചെയ്യുകയും ചെയ്യുന്നത് നോളജ് അക്വസിഷൻ കോമ്പണൻ്റിലൂടെയാണ്. ഇപ്പോൾ ഫസ്റ്റ് കോമ്പണൻസിൻ്റെ ഫസ്റ്റ് ഫേസറ്റിൻ്റെ 3 കോമ്പണൻറ്റുകളാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ഫേസറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിളുകളും ഡീറ്റെയിലും നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് എക്സ്പെരിമെൻ്റൽ ഓർ ക്രിയേറ്റീവ് ഫേസറ്റ്, ന്യൂ സിറ്റുവേഷൻ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഫേസറ്റ് ഫോക്കസ് ഓൺ ദ എബിലിറ്റി ടു സക്സസ്ഫുള്ളി ഡീൽ വിത്ത് ന്യൂ ഓർ അൺയൂഷ്വൽ സിറ്റുവേഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് നിലവിലുള്ള സിറ്റുവേഷനാണ്. ഇവിടെ പുതിയൊരു സിറ്റുവേഷൻ നമ്മളെ മുമ്പിൽ വരുന്ന സമയത്ത്
ആ സിറ്റുവേഷനെ എങ്ങനെ എഫക്റ്റീവ്ലി സക്സസ്ഫുള്ളി ഡീൽ ചെയ്യുന്നു. ഇതാണ് ഈ സിറ്റുവേഷണൽ എക്സ്പെരിമെൻ്റൽ ആൻഡ് ക്രിയേറ്റീവ് ഫേസിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കുറേ സവിശേഷതകളൊന്നും നോവാലിറ്റി ആയിരിക്കും. നോവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയ സാഹചര്യത്തെ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയുക എന്നതാണ്. പിന്നെ ഓട്ടോമേഷൻ, ഇതിൽ 2 പ്രോസസ്സുകളുണ്ട്. ഒന്ന് പുതിയൊരു സാഹചര്യം വരുന്ന സമയത്ത് അതിനെ ഡീൽ ചെയ്യുക. അതുപോലെ പഴയ സാഹചര്യത്തിൽ നമ്മൾ ഡെയിലി ഡീൽ ചെയ്ത പോലെ മുൻപ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ വാഹനം ഓടിക്കുകയാണ്, നമ്മൾ സ്ഥിരമായിട്ട് ബൈക്ക് ഓടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇനിയൊരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമ്മൾ മുൻപ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതിനാണ് ഓട്ടോമേഷൻ എന്ന് പറയും. പിന്നെ അതുപോലെ എന്താണ് കോണ്ടെക്സ്റ്റൽ. മൂന്നാമത്തെ ഫേസെറ്റ്, നമ്മൾ 3 ഫേസെറ്റുകളാണല്ലോ പറഞ്ഞത്. അതിൽ മൂന്നാമത്തെ ഫേസെറ്റ് ആണെന്ത്? കണ്ടെക്സ്റ്റുവൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫേസെറ്റ്. ഇത് എക്സ്റ്റേണൽ വേൾഡുമായി ബന്ധപ്പെട്ട ഫേസെറ്റാണ്. ഇത് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ദിസ് ഫേസസ് ഓഫൻ റെഫേഴ്സ് ആസ് സ്ട്രീറ്റ് സ്മാർട്സ് ആൻഡ് ഡീൽ വിത്ത് ഹൗ ഇൻഡിവിജ്വൽ ഇൻട്രാക്ട് വിത്ത് എൻവയോൺമെൻറ്റ്. ഇത് നമ്മൾ ഈ ഫേസെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി സൊസൈറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇത് എക്സ്റ്റേണൽ വേൾഡുമായി കണക്ട് ചെയ്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഫേസെറ്റുകളും ഇൻറ്റേർണൽ വേൾഡുമായിട്ട് നമ്മൾ കൊഗ്നേറ്റീവ് പ്രോസസ്സുമായി നമ്മൾ ഉള്ളിലുള്ള പ്രോസസ്സാണ് 2 കാര്യങ്ങളും. എന്നാൽ ഈ ലാസ്റ്റ് പറഞ്ഞ കണ്ടെക്സ്റ്റൽ ഫേസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മൾ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട ഫേസെറ്റാണ്. ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവാം. ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ നോട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പറഞ്ഞു തന്നു. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതുമായി അഡാപ്റ്റേഷൻ, ഈ ഇതിൽ 3 കോമ്പണൻറ്റുകളുണ്ട്. ഒന്ന് അഡാപ്റ്റേഷൻ ആണ്. നമ്മൾ 3 ഈ എന്താണ് എക്സ്റ്റേണൽ വേൾഡുമായി ബന്ധപ്പെട്ട ഈ ഫേസെറ്റിന് 3 കോമ്പണൻറ്റുകളുണ്ട്. ഒന്നാമത് എന്താണ്? അഡാപ്റ്റേഷൻ. ഇത് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സറൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഉള്ളിൽ എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്താം. നമ്മളെ സൊസൈറ്റിയിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, മാറുന്നതിനാണ് എന്ത് പറയാം, അഡാപ്റ്റേഷൻ എന്ന് പറയാം. ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റിനെ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക. പിന്നെ മൂന്നാമത്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക, ഫൈൻഡിങ് എ കംപ്ലീറ്റ്ലി ന്യൂ ആൾട്ടർനേറ്റീവ് എൻവയോൺമെൻറ്റ് ടു റീപ്ലേസ് ദ കറക്റ്റ് അൺസാറ്റിസ്ഫൈങ് വൺ. നമ്മൾ നിലവിലുള്ള എൻവയോൺമെൻറ്റിനെ മാറ്റിയിട്ട് വേറെ ഒരു എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ മാറും. ഇതിനാണ് സെലക്ഷൻ എന്ന് പറയാം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ നോക്കി പോകണം. അടുത്തത് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു തിയറിയാണ് പാസ് തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാസ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പാസ് എന്ന് പറഞ്ഞാൽ PASS. P എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, A എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ, S ഫോർ സൈമൾട്ടേനിയസ്, S ഫോർ സക്സസീവ്. ഇതാണെന്ത് പാസ് തിയറിയുടെ ഓരോ അക്ഷരങ്ങളുടെയും എക്സ്പ്ലനേഷൻ. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് അലക്സാണ്ടർ ലൂറിയയുടെ ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള റിസർച്ചാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു മിനിറ്റ്, പേര് മറന്നല്ലോ. ഇത് അടുത്ത ക്വസ്റ്റ്യനിലാണ് ഇതിൻ്റെ വരെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാസ്, നെഗ്ലീരി ആൻഡ് കിർബി ഇവരാണ് എന്ത് ചെയ്തത്, ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ഇത് അലക്സാണ്ടർ ലൂറിയയുടെ തിയറിയാണ്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവരിത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. എന്നാൽ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ 2 ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, നോക്കണം. എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ പോയിന്റുകളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചില ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും, നമ്മൾ കണ്ടൻറ്റ് 450 വേർഡ്സ് കൃത്യമായിട്ട് അല്ലെങ്കിൽ 500 വേർഡ് കൃത്യമായിട്ട് ഉൾക്കൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചില പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അലക്സാണ്ടർ ലൂറിയ ഇതുമായി അലക്സാണ്ടർ ലൂറിയയുടെ 3 ഫങ്ഷണൽ യൂണിറ്റുകൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ
ഫസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ലൂറിയ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ 3 ഫങ്ഷണൽ യൂണിറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണെന്ത്, ഫസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ്, 2 സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, മൂന്നാമത്തെ തേർഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഫസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, this is unit responsible for maintaining appropriate attention to allows vigilance and discrimination between stimulus. ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഇൻഫോർമേഷൻ വരില്ലേ, പഞ്ചേന്ദ്രിയങ്ങളുടെ കാഴ്ച, കേൾവി, മണം, രുചി, ഇതിലൂടെ ഒരുപാട് ഇൻഫോർമേഷൻസ് വരും. ഏതെല്ലാം ഇൻഫോർമേഷൻസ്, ഏതെല്ലാം സ്റ്റിമുലീസ് നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏതെല്ലാം സ്റ്റിമുലീസ് നമ്മൾ ഒഴിവാക്കണം എന്നത് ഇതിൻ്റെ ഈ ഫസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യാം, തിരിക്കാം. രണ്ടാമത്താണ് സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ദിസ് ഫങ്ഷണൽ യൂണിറ്റ് റെസ്പോൺസിബിൾ ഫോർ ഒബ്റ്റെയിനിങ്, elaborating upon and storing information using simultaneous and successive process. ഇൻഫോർമേഷൻ, നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അത് എടുക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അലക്സാണ്ടർ ലോറിയയുടെ മൂന്നാമത്തെ തേർഡ് ഫങ്ഷണൽ യൂണിറ്റ് പ്ലാനിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് പ്രോഗ്രാമിംഗ്, റെഗുലേഷൻ, കൺട്രോൾ ഓഫ് മെൻ്റൽ ആക്ടിവിറ്റി, പ്ലാനിങ്, സെൽഫ് മോണിറ്ററിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന യൂണിറ്റാണ് തേർഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഇത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യമായത് മാത്രമേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ, എക്സാമിന് ആവശ്യമുള്ളത് മാത്രമേ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി പാസ് തിയറി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പാസ് തിയറിയുടെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് കൊടുക്കാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് അടുത്ത ക്വസ്റ്റ്യനിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ പാസ് തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. പാസ് തിയറിയുടെ പി ഫോർ പ്ലാനിങ്. പ്ലാനിങ്ങിൽ വരുന്നത് ഹൗ ടു സോൾവ് എ പ്രോബ്ലം, അതുപോലെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക, എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരുന്നത്. പി ഫോർ പ്ലാനിങ്ങിൽ വരുന്നത് അത് ഫ്രണ്ടൽ ലോബ്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഈ ഭാഗങ്ങളിലാണ് ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. നമ്മൾ തലച്ചോറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ഫങ്ഷൻസാണ് ഈ പാസ് തിയറിയിലൂടെ വിശദീകരിക്കുന്നത്. അതിൽ ഈ പ്ലാനിങ്ങിൻ്റെ ഫങ്ഷൻ നടക്കുന്നത് ഫ്രണ്ടൽ ലോബും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സുമാണ്. ഈ വാക്കുകൾ പഠിക്കാൻ കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചു വെക്കുക, നല്ലതായിരിക്കും, എക്സാമിന് ഉപകാരപ്പെടും. പിന്നെ അതിൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് ഹൗ ടു സോൾവ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം, അതുപോലെ മോണിറ്റർ ചെയ്യാം, ഈ കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരുന്നത്. വളരെ ഷോർട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടേബിൾ നിർബന്ധമായിട്ട് പഠിച്ചു പോവാം. പിന്നെ അതിന് എക്സാമ്പിൾ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ അറ്റൻഷന് പറയുന്നത് എന്താ വെച്ചാൽ അലേർട്ട്, കീപ്പിംഗ് ദ പേഴ്സൺ അലർട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇൻഫോർമേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. സെലക്റ്റീവ്ലി ഫോക്കസ് ചെയ്യാനുള്ള ഫങ്ഷൻ ചെയ്യുന്നത് ഈ അറ്റൻഷൻ എന്ന് പറഞ്ഞ ഭാഗത്താണ്. നമ്മൾ ഇത് മെയിനായിട്ട് ബ്രെയിൻ സ്റ്റെം ആൻഡ് ലോവർ കോർട്ടെക്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ബ്രെയിൻ സ്റ്റെം ആൻഡ് ലോവർ കോർട്ടെക്സ്, ഈ മേഖലയിലാണ് ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നടക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കാം. പിന്നെ അടുത്തതാണ് സൈമൾട്ടേനിയസ്, എസ് ഫോർ സൈമൾട്ടേനിയസ്. ഇൻ്റഗ്രേറ്റിംഗ് സെപ്പറേറ്റ് പീസ് ഓഫ് ഇൻഫോർമേഷൻ ഇൻറ്റു ഇൻ്റഗ്രേറ്റഡ് ഹോൾ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ, ഒരു നെറ്റ്വർക്കാണ്. നമ്മളൊരു ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ടായിരിക്കും. ഈ ന്യൂറോൺസൊക്കെ ഓരോ ഇൻഫോർമേഷൻസ് ആണ്. ഈ ഇൻഫോർമേഷൻസ്, വ്യത്യസ്ത ഇൻഫോർമേഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യാം. ഇപ്പം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, എക്സാമ്പിളായിട്ട് പറയുകയാണ്, വാഹനം ഓടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ, ബ്രേക്ക്, ഗിയർ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഓരോ ഇൻഫോർമേഷൻസും ഓരോ ബ്രെയിനിലെ ഓരോ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ഇൻ്റർ കണക്ട് ചെയ്യുമ്പോഴാണ് വാഹനം എങ്ങനെ എങ്ങനെ ഓടിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം പീസ് ഓഫ് ഇൻഫോർമേഷൻസിനെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണത് സൈമൾട്ടേനിയസ് എന്ന ഭാഗം. ഈ ഓസിപ്പിറ്റൽ ആൻഡ് പെരിയാറ്റൽ ലോബിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മേഖല, ഈ ഫങ്ഷൻ പ്രവർത്തിക്കുന്നത്. ഈ വാക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് മേഖലയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നുണ്ടാവും. അല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം,
പരമാവധി പഠിക്കാൻ പറ്റുമോ നോക്കുക. പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് കാണാതെ പഠിച്ചു വെക്കാം. പിന്നെ അടുത്തത് വരുന്നത് സക്സസീവ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻഫോർമേഷൻ ഇൻ ടു സ്പെസിഫിക് സീരിയൽ ഓർഡർ വെർ വൺ എലമെൻറ്റ് ഫോളോസ് ദ നെക്സ്റ്റ്. ഇവിടെ നമ്മൾ ഒരു ഫങ്ഷൻ, ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയണം. ഇപ്പോൾ ഒരു ലാംഗ്വേജ്, ഒരു ഭാഷ നമ്മൾ സംസാരിക്കുകയാണ്. ഭാഷ സംസാരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഈ സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഓർഡറിലാണ്. ഒരു സ്പെസിഫിക് സീരിയൽ ഓർഡറിൽ നമ്മൾ കാര്യങ്ങൾ ഫോം ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, സക്സസീവ് എന്ന് പറഞ്ഞ ഭാഗം പ്രവർത്തിക്കുക. ഇപ്പം നമ്മളൊരു വാക്ക് എഴുതുകയാണ്, ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ്. അങ്ങനെ പറയുന്ന ആദ്യം ഐ ആം പിന്നെ ഗോയിങ് ടു കാലിക്കറ്റ്. ഈ വാക്ക് എഴുതുന്ന സമയത്ത് അതിനൊരു സീരിയൽ ഓർഡർ ഉണ്ടല്ലോ. ഈ സീരിയൽ ഓർഡറിലൂടെ ഇതിനെ എഴുതാൻ സഹായിക്കുന്ന ഫ്രണ്ടോ ടെമ്പറൽ ലോബാണ്. ഓക്കെ, അതായത് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻഫോർമേഷൻ നമ്മൾ നേരത്തെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനെ ഒരു സ്പെസിഫിക് സീരിയൽ ഓർഡറിൽ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിന് ഒരുപാട് ക്രിട്ടിക്കൽ ഇവാലുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഈ പാസ്റ്റ് തിയറിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോഗ്നിറ്റീവ് ആൻഡ് തിയറി ബേസ് ഓറിയൻറ്റേഷൻ. ഇത് ശരിക്ക് ഈ അലക്സാണ്ടർ ലൂറിയ ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്ന ന്യൂറോളജിക്കൽ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇതൊരു മൾട്ടി ഡയമെൻഷണൽ വ്യൂ ഓഫ് ഇൻ്റലിജൻസ് ആണ്. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആണ്. ഇത് മറ്റ് നമ്മൾ നേരെ സ്പിയർമാൻ്റെ നമുക്ക് ഈ വർഷം ഒരുപാട് എന്തുണ്ട്, ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ട്. 6 എക്സാമിന് പുറമെ ഒരു പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ട്. അതിൽ നമ്മൾ ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ആ സൈക്കോമെട്രിക് ടെസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, പ്രാക്ടിക്കൽ ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു പ്രാക്ടിക്കൽ എക്സാമൊക്കെ ഉണ്ടാവും. അപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റിനെ കുറിച്ചും സ്പിയർമാൻ്റെ ടെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൽ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ഇത് ഫോക്കസ് ഓൺ അണ്ടർലൈയിങ് ഫങ്ഷൻസ്. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ചറിന് എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർലൈയിങ് ആയിട്ടുള്ള നമുക്ക് എന്താണ് കാണാൻ കഴിയാത്ത, വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഇൻഫോർമേഷൻ പ്രോസസ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ 4 പ്രോസസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, മെഷറബിൾ കൺസ്ട്രക്റ്റ് ആയിട്ട് ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതുപോലെ പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറയാത്ത കുറച്ച് ഭാഗങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഉള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇത് വായിച്ച് പോകണം. ഓക്കെ, ഇത് 2023 വന്നൊരു ക്വസ്റ്റ്യനാണ്. 450 വേർഡ്സിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൽ പാസ്റ്റ് തിയറിയെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ പാസ്റ്റ് തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്, 1994 ദാസ്, നെഗ്ലേരി, കിർബി ഇവർ കൂടി ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയാണ്. നമ്മൾ അലക്സാണ്ടർ ലൂറിയയുടെ തിയറിയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞ ഈ പാസ് എന്ന് പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാനിങ്, അറ്റൻഷൻ, സൈമൾട്ടേനിയസ്, സക്സസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്. പിന്നെ 3 തരത്തിലുള്ള നമ്മൾ പറഞ്ഞ എന്താണ്, ഫങ്ഷണൽ യൂണിറ്റുകളെ കുറിച്ച് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ്, സെക്കൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, തേർഡ് ഫങ്ഷണൽ യൂണിറ്റ്, അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇതൊക്കെ നിർബന്ധമായിട്ട് കാണാതെ പഠിച്ചു പോകേണ്ട പോയിന്റുകളാണ്. അത് നിങ്ങൾ കാണാതെ പഠിച്ചു പോകാൻ വേണം. പിന്നെ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്ലാനിങ് ഫ്രണ്ടൽ ലോബിലാണ്, അറ്റൻഷൻ, അതുപോലെ തന്നെ സൈമൾട്ടേനിയസ്, അതുപോലെ തന്നെ സക്സസീവ്, ഇതേപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. പിന്നെ തിയറി ബേസ് നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ സ്ട്രെങ്ത് ആൻഡ് കോൺട്രിബ്യൂഷൻ, അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലിന് ഉപകാരപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ
MPC 004 ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട തിയറികളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് MPC 001 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മൂന്ന് സബ്ജക്റ്റിൽ ഇതിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇനി പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊരുപാട് ഉപയോഗം ഉണ്ടായിരിക്കും. മാത്രമല്ല ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കുറേ ടെസ്റ്റുകൾ, സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ പറഞ്ഞു തരും. നമുക്കത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് സ്പിയർമാൻസ് ടു-ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. Provide critical appraisal for his theory as given by തോണ്ടേക്ക്, തോംസൺ, തോൾസ്റ്റോൺ. ഈ മൂന്ന് ആൾക്കാരുടെ തിയറി നമ്മൾ സ്പിയർമാൻ്റെ തിയറിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. സ്പിയർമാൻ്റെ ടു-ഫാക്ടർ തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പിയർമാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റലിജൻസിനെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പായിട്ട്, ഇൻ്റലിജൻസിന് രണ്ട് ഫാക്ടർ ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഒന്നാണ് ജനറൽ ഫാക്ടർ. ജനറൽ ഫാക്ടറാണ് ജി ഫാക്ടർ എന്നും പറയും. ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എബിലിറ്റിയാണത് ജനറൽ ഇൻ്റലിജൻസ് ഫാക്ടർ. ഇത് നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജനറലി ചെയ്യുന്ന പൊതുവായിട്ടുള്ള ഫങ്ഷനൊക്കെ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രവൃത്തിയിലും ഉൾക്കൊള്ളുന്ന ഫാക്ടറിനെയാണ് എന്ത് പറയാം, ജനറൽ ഫാക്ടർ എന്ന് പറയാം. ഇത് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റിയാണ്. ഇത് നമ്മളെ എല്ലാ പെർഫോമൻസിനെയും എല്ലാ കോഗ്നിറ്റീവ് ടാസ്കിനെയും സഹായിക്കുന്ന ഒരു ഫാക്ടറാണിത് ജി ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഇതൊരു മെൻ്റൽ എനർജിയാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എബിലിറ്റി. ഇപ്പോൾ പാട്ട്, നൃത്തം വയ്ക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് എബിലിറ്റി മാത്രം ഉള്ളതിനെയാണെന്ന് പറയാം സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്. ഇത് ഒന്ന് ജനറൽ ഫാക്ടറാണ്. എല്ലാ ഇൻ്റലിജൻസ് ടാസ്കിലും ഉൾക്കൊള്ളുന്ന ഫാക്ടറാണ്. സ്പെസിഫിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാട്ട്, കഥ, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ക്വാളിറ്റിയുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഇതിൽ പറയാനുള്ളത്. ഇതിൽ എന്താണ് ഇദ്ദേഹം പറയുന്നത്, ഗ്രൂപ്പ് ഫാക്ടേഴ്സ്. ഈ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, റെപ്രസെൻറ്റ് എബിലിറ്റി ഷെയർ ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് ബട്ട് നോട്ട് ആൾ ഓഫ് ദം. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഫാക്ടറിൽ എല്ലാ എബിലിറ്റികളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, വിമർശനങ്ങളും വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ടു-ഫാക്ടർ തിയറിയുമായി ബന്ധപ്പെട്ട് മറ്റ് തിങ്കേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. എഡ്വേർഡ് തോണ്ടേക്കിൻ്റെ തിയറി നോ ജനറൽ ഫാക്ടർ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1924 ഇവർ മുന്നോട്ട് വെച്ച ഒരു ഇൻ്റലിജൻസ് തിയറിയാണ് തോണ്ടാക്കിൻ്റെ തിയറി. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ജി ഫാക്ടറിനെ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഒരു ജനറൽ ഫാക്ടർ ഇല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇദ്ദേഹം ഒബ്ജക്റ്റഡ് സ്ട്രോങ്ലി ടു ദ ഐഡിയ ഓഫ് എ സിംഗിൾ ജനറൽ ഫാക്ടർ. ഇദ്ദേഹം പറയുന്നത് മൾട്ടിപ്പിൾ എബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എബിലിറ്റീസ് ആണ്. അത് എന്താണ്, സെപ്പറേറ്റ് ക്യാരക്ടറാണ്, സെപ്പറേറ്റ് സ്കിൽസാണ്, ടാലൻ്റാണ്. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒരു വ്യക്തിയുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലിൻ്റെ സമയത്ത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലിൻ്റെ സമയത്താണ് ഉപയോഗപ്പെടുക. ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. പിന്നെ തോംസൻ്റെ തിയറി, സാമ്പിളിംഗ് തിയറി എന്നാണ് ഇതിന് പറയാം. GH തോംസൺ 1939 ഈ തിയറി മുന്നോട്ട് വെച്ചത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറിയാണ്. ഇത് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെ ഒരാളുടെ ഇൻ്റലിജൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇവരെന്ത് ചെയ്ത് പ്രപ്പോസ് ചെയ്തത്. ഇവർ എന്താണ് ടെസ്റ്റ് റിസൾട്ട് കോമൺ സാമ്പിൾസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ഒരാളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരാളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഇവരെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഇവർ പറയുന്നത് ജി ഫാക്ടറിനെ കുറിച്ച് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്പിയർമാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ എബിലിറ്റി ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നോട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല, ബട്ട് ഒരു കോമ്പിനേഷൻ ഓഫ് ലിമിറ്റഡ് എബിലിറ്റി എലമെൻറ്റ്സ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കൂട്ടം, ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൽ കുറേ എന്തുണ്ടാവും, സെപ്പറേറ്റ് എബിലിറ്റികൾ ഉണ്ടാവും. ആ സെപ്പറേറ്റ് എബിലിറ്റികൾ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ നെറ്റ്വർക്കാണ് ഈ ജനറൽ എബിലിറ്റി എന്നാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് ഓരോന്നും ഓരോ ഇൻഫോർമേഷൻസ് ആയിരിക്കും. ഈ ഇൻഫോർമേഷൻസിനെ ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഇത് നമ്മൾ ബ്രെയിനാണ് ഇരിക്കുക, ബ്രെയിനിൽ ഓരോ ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ ഇൻഫോർമേഷൻ, ഗിയർ, ബ്രേക്ക്, കാറ്, ഇങ്ങനെയുള്ള കുറേ ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഇൻഫോർമേഷൻസ് ഒക്കെ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഈ കണക്റ്റഡ് ആയ എബിലിറ്റി കണക്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും, ഒരേ സമയം ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുമായിരിക്കും. അങ്ങനെയാണ് ഈ ജനറൽ എബിലിറ്റി ഉണ്ടാകുന്നതെന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്, പറയുന്നത്. പിന്നെ തോൾസ്റ്റോൻ്റെ തിയറിയാണ് പ്രൈമറി മെൻ്റൽ എബിലിറ്റി. ഇത് 1934 എന്ത് ചെയ്തത്, ഇത് ഇവർ മുന്നോട്ട് വെച്ചത്. ഇവരും പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഒരാളുടെ മെൻ്റൽ എബിലിറ്റി അളക്കാമെന്നാണ് ആരും പറയുന്നത്, തോൺസ്റ്റോണും പറയുന്നത്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിയർമാൻ പറഞ്ഞ 2 ഫാക്ടറിന് പകരം ഇദ്ദേഹം എന്ത് ചെയ്യണം, 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 7 ഫാക്ടേഴ്സ് വിശദീകരിക്കുന്നുണ്ട്. ഈ 7 ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്, മെൻ്റൽ എബിലിറ്റിയെ അളക്കാൻ. ഇൻ്റലിജൻസിന് 7 ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഒന്നാണിത് നമ്പർ ഫാക്ടർ, വെർബൽ ഫാക്ടർ, സ്പേസ് ഫാക്ടർ, മെമ്മറി, വേർഡ് ഇൻഫ്ലുവൻസി, റീസണിങ്, പെർസെപ്ച്വൽ സ്പീഡ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഈ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ജെ.പി. ഗിൽഫോർഡ്സ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് തിയറി. ഈ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് തിയറി. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗിൽഫോർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് വാസ് നോട്ട് എ സിംഗിൾ ജനറൽ ഫാക്ടർ. സ്പിയർമാൻ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ജനറൽ ഫാക്ടറും മാത്രമല്ല ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻ്റലിജൻസ് എബിലിറ്റീസ് ദാറ്റ് ആർ റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൺ അനദർ. ഒരു കൂട്ടം വ്യത്യസ്തമായ ഇൻഡിപെൻഡൻ്റ് ആയ ഇൻ്റലിജൻസ് എബിലിറ്റികളാണ് എന്ത്, ഈ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത്. ഒരു ബ്രെയിനിലുള്ള വ്യത്യസ്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് എബിലിറ്റികളാണ് എന്ന് ഇദ്ദേഹം വിശദീകരിക്കുന്നു. ഇദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നത് 3 വ്യത്യസ്ത ഓപ്പറേഷണൽ ഡയമെൻഷൻസ് ഇതിന് മെൻ്റൽ എബിലിറ്റിക്ക്, ഇൻ്റലിജൻസ് എബിലിറ്റിക്ക് 3 വ്യത്യസ്ത ഓപ്പറേഷണൽ ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 3 വ്യത്യസ്ത ഡയമെൻഷൻസ്. അതിൽ ഫസ്റ്റ് ഡയമെൻഷനിൽ എന്താ പറയുക, ഫങ്ഷണൽ ഡയമെൻഷൻ, ഓപ്പറേഷണൽ ഡയമെൻഷൻ എന്നാണ് ഫസ്റ്റ് ഡയമെൻഷന് പറയുന്നത്. രണ്ടാമത്തെ ഡയമെൻഷന് പറയുന്നത് കണ്ടൻറ് ഡയമെൻഷൻ എന്നാണ്. മൂന്നാമത്തെ ഡയമെൻഷന് പറയുന്നത് പ്രൊഡക്റ്റ് ഡയമെൻഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് ഓപ്പറേഷൻ ഡയമെൻഷൻ, കണ്ടൻറ് ഡയമെൻഷൻ, പ്രൊഡക്റ്റ് ഡയമെൻഷൻ. ഈ ഓപ്പറേഷൻ ഡയമെൻഷന് 5 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. കണ്ടൻറ് ഡയമെൻഷനിൽ 5 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ പ്രൊഡക്റ്റ് ഡയമെൻഷനിൽ 6 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇത് ഈ എല്ലാ കോമ്പിനേഷനിലൂടെ എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും. ഉദാഹരണം 1, 2, 3, 4, 5 ഓപ്പറേഷൻ ഡയമെൻഷനിൽ 5 എലമെൻറ്റ്. അതുപോലെ തന്നെ കണ്ടൻറ് ഡയമെൻഷനിലും 5 എലമെൻറ്റ്, പ്രൊഡക്റ്റ് ഡയമെൻഷനിൽ 5 എലമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻസ് 6 എലമെൻറ്റ്. ഇത് ഫങ്ഷൻ ചെയ്യുന്നത്
ഇതിൻ്റെ കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും 1 1 അല്ലെങ്കിൽ 1 1 1 1 1 2 ഇങ്ങനെയാണിത്. ഇത് മൊത്തം കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ 150 കോമ്പിനേഷനായിട്ട് നമുക്ക് കിട്ടും. 150 കോമ്പിനേഷനായിട്ട് ഈ ഡയമെൻഷൻസ് പ്രവർത്തിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? ഇവർ ഗിൽഫേർഡ് പറയുന്നത്. അതിൽ ഈ ഫസ്റ്റ് ഡയമെൻഷൻ പറയുന്നത് എന്തായിരുന്നു? ഓപ്പറേഷണൽ ഡയമെൻഷനാണ്. അതിന് 5 ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറയില്ല. ഒന്നാണ് കോഗ്നിഷൻ എന്ന് പറഞ്ഞ ഡയമെൻഷൻ. നമ്മൾ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുക, മനസ്സിലാക്കുക, ഇതൊക്കെ കോഗ്നിറ്റീവ് ഡയമെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് മെമ്മറി, വിവരങ്ങൾ മെമ്മറൈസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡൈവർജൻറ്റ് പ്രൊഡക്ഷൻ. ഒരു പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡൈവർജൻറ്റ് പ്രൊഡക്ഷനിൽ വരുന്നത്. കൺവെർജൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് ഡിഡക്റ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ കോമൺ സൊല്യൂഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് കൺവെർജൻറ്റ് പ്രൊഡക്ഷനിൽ പറയുന്നത്. പിന്നെ അതുപോലെ ഇവാലുവേഷൻ, ഇത് അഞ്ചാമത്താണ്. ഓപ്പറേഷണൽ ഡെഫിനിഷനിലെ അഞ്ചാമത്തെ പോയിൻ്റാണ് എന്ത്? ഇവാലുവേഷൻ എന്ന് പറഞ്ഞത്. ഇത് ജഡ്ജ്മെൻ്റ് ആണ്. ഇത് നമ്മൾ എബിലിറ്റി ടു മേക്ക് ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ, ജഡ്ജ്മെൻ്റ് ആണ്. പിന്നെ അടുത്തത് രണ്ടാമത്തെ കണ്ടൻറ് ഡയമെൻഷനാണ്. കണ്ടൻറ് ഡയമെൻഷനിൽ നമ്മൾ പറഞ്ഞു 5 പോയിന്റുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് 5 പോയിന്റുകൾ നമുക്ക് നോക്കാം. ഒന്നാണ് വിഷ്വൽ, ചിത്രരൂപത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടൻറ്റുകൾ നമുക്ക് കിട്ടും. ഓഡിറ്ററി കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ശബ്ദരൂപത്തിൽ സിമുലേഷനിൽ എന്ത് ചെയ്യുന്നത്? നമുക്ക് കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്. സിംബോളിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലെറ്റേഴ്സ്, നമ്പേഴ്സ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. സെമാൻറ്റിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ, റിട്ടൺ, ഇങ്ങനെയുള്ള എന്താണ് വെർബൽ മീനിങ് ഉള്ള കണ്ടൻറ്റുകൾ. പിന്നെ അതുപോലെ ബിഹേവിയറൽ കണ്ടൻറ്റ്, ആക്ട് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, സോഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇങ്ങനെ 5 കണ്ടൻറ്റ് ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്താണ് പ്രൊഡക്റ്റ് ഡയമെൻഷൻ. 6 തരത്തിലുള്ള പ്രൊഡക്റ്റ് ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. ഇത് ഇതേപോലെ തന്നെ കാണാതെ പഠിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ പോയിന്റുകൾ 5, 5, 6 എന്നുള്ള പോയിന്റ് നിർബന്ധമായിട്ട് കാണാതെ പഠിച്ചു നോക്കണം. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 6 പ്രൊഡക്റ്റ് ഡയമെൻഷൻസ്. ഒന്ന് യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ടൈപ്പ് ഐറ്റം ഓഫ് ഇൻഫോർമേഷൻ ആണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് ആണ്. അതുപോലെ റിലേഷൻ, കണക്ഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. അതുപോലെ തന്നെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ഐറ്റംസിനാണെന്ന് പറയാം സിസ്റ്റം എന്ന് പറയുക. ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ്, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റിനാണ് എന്താ പറയുക? സിസ്റ്റം എന്ന് പറയാം. ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ്, കോൺവെർസേഷൻ ആൻഡ് മ്യൂട്ടേഷൻ ഓഫ് നോളജ്. ഇതെന്താണ്? ഒരു ഇൻഫോർമേഷൻ മറ്റൊരു ഇൻഫോർമേഷനിലേക്കുള്ള മാറ്റം, അതാണ് എന്താ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. പിന്നെ ഇംപ്ലിക്കേഷൻ, പ്രഡിക്ഷൻ, ഇൻഫറൻസ്, കോൺസിക്വൻസസ്, ആൻറ്റിസിപ്പേഷൻ എന്നൊക്കെ ഇതിൽ വരുന്നതാണ്. ഇംപ്ലിക്കേഷൻ അനന്തരഫലമായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഈ 5, 5, 6 പോയിന്റുകൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് നോക്കുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? നിങ്ങൾ വിശദമായിട്ട് നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.